ഓണക്കാലത്ത് നമ്മളുടെ പറമ്പിലും തൊടിയിലും ഈ വയൽവരമ്പിലും ക്ഷേത്രമുറ്റത്തും എല്ലാം കാണുന്ന ഒരു ചെറു ചെടിയാണ് തുമ്പ. എന്തേ തുമ്പി നീ തുള്ളാതിരിക്കുന്നു, പൂവു പോരാഞ്ഞോ പൂക്കുല പോരാഞ്ഞോ. ഓണക്കാലത്ത് എത്ര മനോഹരമായ പാട്ടുകളുണ്ട് നമ്മളുടെ നാടൻ പാട്ടുകളിൽ തന്നെ. അതുപോലെ തുമ്പയെക്കുറിച്ച് പാട്ടുണ്ട്. തുമ്പപ്പൂവേ പൂത്തിരളേ നാളേക്കൊരു വട്ടപ്പൂ തരുമോ. ഈ പാട്ടിനകത്തൊക്കെ തുമ്പപ്പൂവ് നമ്മളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പൂവായിട്ടാണ്. അല്ലെങ്കിലും മലയാളികൾക്ക് തുമ്പപ്പൂവിനെ എങ്ങനെയാണ് മറക്കാൻ കഴിയുക? ഓണത്തിന് പൂവിടുന്നതിൽ തുമ്പപ്പൂവും മുക്കുറ്റിയും ഒഴിച്ചുകൂടാനാവാത്തൊരു പൂവല്ലേ. ഇനി നമുക്കിതിലെ ഔഷധവീര്യത്തെക്കുറിച്ച് നോക്കാം. ശക്തിയുള്ള ചൊറിച്ചിൽ, വിട്ടുമാകാത്ത ചൊറിച്ചിൽ, കളി എന്നൊക്കെ പറഞ്ഞ് വരുമ്പോൾ അതിൽ ഈ പൂത്തുമ്പ സമൂലം കലകളോടുകൂടി വലിച്ചെടുത്തിട്ട് അതിൻ്റെ മണ്ണ് മാത്രം കഴുകിക്കളഞ്ഞ് വേരും ഇലയും തണ്ടും എല്ലാം ഇടിച്ചിട്ട് വെള്ളം വെച്ചിട്ട് ആ വെള്ളം കൊണ്ട് 2-3 തവണ കഴിയാൻ പെട്ടെന്ന് ചൊറിച്ചിൽ പറയുന്നത്. ചൊറിച്ചിലിനാണ് കണ്ടു എന്നുള്ള ഒരു രോഗം, അതിൽ ചൊറിച്ചിൽ, അതിന് ഇത് വളരെ വിശേഷമാണ്. ഈ അലർജിയെ പറ്റി പറയുകയാണെങ്കിൽ, ഈ കഴിഞ്ഞ ദിവസം ഈ നഴ്സിംഗ് ഹോമിനോട് ചേർന്ന് വൈദ്യരത്നത്തിനോട് ചേർന്നുള്ള റിസർച്ച് സെൻറ്ററിൽ അഡ്മിറ്റ് ചെയ്ത ഒരു രോഗിയുടെ അനുഭവം പറയേണ്ടതുണ്ട്. മാവേലിക്കര സ്വദേശിയായ ഒരു സ്ത്രീ ഞങ്ങളുടെ ചീഫ് ഫിസിഷ്യൻ അഷ്ടവൈദ്യൻ ടി നാരായണൻ മൂസ അവരുകളെ കാണുവാൻ വരികയും അസഹ്യമായ ചൊറിച്ചിൽ കൊണ്ട് ഉടുവസ്ത്രം പോലും പറിച്ചു കളയാനുള്ള രീതിയിൽ ആ സ്ത്രീ ചൊറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചികിത്സ നിശ്ചയിക്കും മുമ്പ് ആദ്യമേ തന്നെ തിരുമനസ് പറഞ്ഞത് ഉടനെ തുമ്പയിട്ട് വെള്ളം തിളപ്പിക്കൂ, ആ വെള്ളം ചൂടാറി അതുകൊണ്ടൊന്ന് ദേഹം കഴുകൂ എന്നാണ്. താമസം പിന്നെ 1.5-2 മണിക്കൂറിനുള്ളിൽ വെള്ളം തയ്യാറാക്കുകയും ആ വെള്ളം കൊണ്ട് അവരെ ദേഹം കഴുകുകയും ചെയ്തപ്പോൾ അസഹ്യമായ ആ ചൊറിച്ചിലിന് ഒരു പകുതി ശമനം ലഭിക്കുകയും തുടർന്ന് ദൂഷ്യവിഷാരി ഗുളിക മുതലായ ആൻറ്റി അലർജിക് ആയിട്ടുള്ള മരുന്നുകൾ നൽകുകയും ഒരാഴ്ചയ്ക്കുള്ളിൽ ചൊറിഞ്ഞ് കറുത്ത് തടിച്ച ആ ശരീരം സാധാരണ രൂപത്തിലാവുകയും ചെയ്ത് അവർ ഈ കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഡിസ്ചാർജ് ചെയ്ത് പോയത്. ഇതൊരു അത്ഭുതകരമായ, അല്ലെങ്കിൽ ആ തുമ്പയുടെ അത്യത്ഭുതമായ ഗുണത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ ഇത് പറഞ്ഞത്. തുമ്പയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരളിന് വളരെയധികം ഉപകാരപ്രദമായിട്ട് ഉള്ള ഒരു ഔഷധമാണ് തുമ്പ. തുമ്പയുടെ സ്വരസം, അതായത് ഇടിച്ചു പിഴിഞ്ഞ നീര് സമൂലമായിട്ട് തന്നെ പൂവ്, ഇല, അതിൻ്റെ വേര് ഇതെല്ലാം കൂടെ എടുത്ത് അതിൻ്റെ സ്വരസം നമുക്ക് കരൾ രോഗങ്ങളിൽ ഉള്ളിലോട്ട് കൊടുക്കാവുന്നതാണ്. അത് ആക്ച്വലി അതിൻ്റെ സ്റ്റഡീസ് നടന്നിട്ടുണ്ട്, അത് പ്രൂവ് ചെയ്തിട്ടുള്ളതുമാണ് തുമ്പയുടെ ഹെപ്പറ്റോ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ആക്ടിവിറ്റി. പിന്നെ വേറൊരു വൈദ്യന്മാരുടെ ഇടയിലുള്ളൊരു പ്രയോഗമാണ് ഈ തുമ്പ. അത് വളരെ പക്ഷേ സൂക്ഷിച്ച് ചെയ്യേണ്ടതുമാണ്. തുമ്പയുടെ സ്വരസം, അതായത് ഇടിച്ചു പിഴിഞ്ഞ നീര് നസ്യമായിട്ട് മൂക്കിലൊഴിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത് 2 തുള്ളിയേ ഉപയോഗിക്കാവുള്ളൂ. അതോടൊപ്പം തന്നെ അത് ഏറ്റവും വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, അഥവാ ഡോസ് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വളരെ പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യും. അതായത് ഫെയിൻറ്റിങ്, ബോധക്കേടുണ്ടാവാം, അങ്ങനെ പല ബുദ്ധിമുട്ടുകളാണ്. ഒരു വൈദ്യൻ്റെ സൂപ്പർവിഷനിൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഇതായിട്ടുള്ളത്. അല്ലെങ്കിൽ അത് അപകടകാരിയാണ്. അത് നമുക്ക് കണ്ണിലൊക്കെ ചെറിയൊരു മഞ്ഞ നിറം ഉണ്ടെങ്കിൽ അത് പോകുന്നതിന് തുമ്പയുടെ സ്വരസം ഒഴിക്കാറുണ്ട്. അതുപോലെ തന്നെ സൈനസൈറ്റിസ് കേസുകളിലും തുമ്പയുടെ 2 തുള്ളി ഒഴിക്കുമ്പോൾ തന്നെ വളരെ നീറ്റലുണ്ടാകുന്ന ഒരിതാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള കേസുകളിൽ, അക്യൂട്ട് കേസുകളിൽ നമുക്ക് തുമ്പയുടെ സ്വരസം അതിന് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ തുമ്പയുടെ മറ്റൊരു യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ആൻറ്റിസെപ്റ്റിക് പ്രോപ്പർട്ടി, അതായത് രോഗാണുക്കളെ പ്രതിരോധിക്കാൻ ശേഷിയുള്ളത്. അതായത് പ്രസവിച്ചതിന് ശേഷം സ്ത്രീകൾക്ക് തുമ്പ ഇട്ട വെള്ളത്തിൽ നമുക്ക് 3-4 ദിവസം കുളിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇൻഫെക്ഷനൊന്നും വരാതിരിക്കാൻ നമുക്കത് സഹായിക്കുന്നതാണ്. അത് അങ്ങനെ ഒരു പ്രോപ്പർട്ടിയും തുമ്പയ്ക്കുണ്ട്. തുമ്പ, കരിന്തുമ്പ, പെരുന്തുമ്പ എന്നിങ്ങനെ 3 വിധത്തിലുള്ള
തുമ്പകൾ കേരളത്തിൽ കാണപ്പെടുന്നുണ്ട്. എന്നാൽ ഇതിനകത്ത് വളരെ കൊച്ചു പൂക്കളുണ്ടാകുന്ന, വെളുത്ത കൊച്ചു പൂക്കളുണ്ടാകുന്ന തുമ്പയാണ് ഔഷധത്തിനായിട്ട് അധികം ഉപയോഗപ്പെടുത്തുന്നത്. ഈ തുമ്പയ്ക്ക് വളരെയധികം ഔഷധ സിദ്ധിയുള്ള ഒരു സസ്യമാകുന്നു. ഇത് കൃമിഘ്നമാണ്. അതുപോലെ തന്നെ പൈത്തികമായിട്ടുള്ള, പിത്തജമായിട്ടുള്ള ജ്വരം, പനി മുതലായവയിൽ അവ വളരെ ഗുണപ്രദമാകുന്നു. ഇനി കുട്ടികളിൽ തന്നെ ഈ തുമ്പയുടെ ഇല അല്ലെങ്കിൽ തുമ്പക്കുടം, പൂവ് ഇവ എല്ലാം കഴുകി നല്ല വൃത്തിയാക്കി ചതച്ച് പിഴിഞ്ഞ നീരിൽ പാൽക്കായം ചേർത്ത് കൊടുക്കുന്നത് കൃമിഘ്നമായിട്ട് കുട്ടികളിലെ വിരകോപത്തിനൊക്കെ വളരെയധികം ഫലപ്രദമാണ്. ഇനി തേൾ വിഷത്തിന് ഈ തുമ്പയില നല്ല വടിക അരച്ച് ആ തേൾ കുത്തിയ പ്രദേശത്ത് ലേപനം ചെയ്യുന്നതുകൊണ്ട് വിഷത്തിൻ്റെ ആ ശക്തിയെ കുറയ്ക്കുന്നതിനായിട്ട് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇനി തുമ്പപ്പൂ തന്നെ തുമ്പ സമൂലം കഴുകി ചതച്ചിട്ട് വേതുവെള്ളം പോലെ വെന്ത വെള്ളം പ്രസവാനന്തരം സൂതികയ്ക്ക് കുളിക്കാനായിട്ട് ഉപയോഗപ്പെടുത്തുന്നു. ഇതിന് വളരെയധികം അണുനാശക ശക്തി ഉള്ളതുകൊണ്ട് അണുബാധയൊന്നും ഉണ്ടാകാതെ ഈ കാലഘട്ടത്തിൽ രോഗങ്ങളൊന്നും വരാതെ സൂക്ഷിക്കുന്നതിന് ഈ ഔഷധ അല്ലെങ്കിൽ ഈ വേതുവെള്ളം സഹായിക്കുന്നു. ഓണക്കാലത്ത് കുട്ടികൾ പൂ അന്വേഷിച്ച് നടക്കുന്ന ഒരു പൂവാണ് ഈ തുമ്പപ്പൂവ്. അതിന് സംസ്കൃതത്തിൽ ദ്രോണപുഷ്പി എന്നാണ് പറയുന്നത്. ഈ ദ്രോണം എന്ന് പറഞ്ഞാൽ തോണി എന്നർത്ഥം. തോണിയുടെ ആകൃതിയാണ് ആ പൂവിനുള്ളത്. അതുകൊണ്ടാണ് ആ പൂവിന് ദ്രോണപുഷ്പി, തോണിപ്പൂവ് അല്ലെങ്കിൽ തുമ്പപ്പൂവ്, അങ്ങനെ ലോപിച്ച് ലോപിച്ച് തുമ്പപ്പൂവായി തീരുകയാണ്. തുമ്പ പിന്നെ ഈ കിളയ്ക്കാൻ ഉപയോഗിക്കുന്ന തുമ്പയുടെ ആകൃതിയും അതിനുണ്ട് ഒരു ഭാഗം. അതുകൊണ്ടാണ് തുമ്പപ്പൂവ് എന്ന് മലയാളത്തിൽ പറയാൻ കാരണം. ഇത് ഈ കുട്ടികൾ വെറും കളമിടുവാൻ ഉപയോഗിക്കുന്ന നിസ്സാരമായ ഒരു പൂവാണെന്ന് കരുതരുത്. അതിന് അതീവ ഫലമുണ്ട്. ആ ഫലം ഗ്രഹണിയിൽ പണ്ട് കാലത്ത്, ഇന്നൊന്നും കുട്ടികൾക്ക് അത്ര ഗ്രഹണിയൊന്നുമില്ല. പണ്ട് കാലത്ത് വയറും ചാടി ഒരു ആകെ കൂടി ആരോഗ്യമില്ലാത്ത ഒരു കുട്ടികൾക്കാണ് ഇത് ഉപയോഗിക്കുന്നത്. ഈ തുമ്പപ്പൂവ് അരച്ച് നല്ലപോലെ കട്ടിയാക്കിയിട്ട് ദോശത്തട്ടുമ്പിൽ വയ്ക്കുക. എന്നിട്ട് അങ്ങനെ ദിവസവും ദോശത്തട്ടുമ്പോൾ പാദ്യം പുറത്ത് വയ്ക്കും. അങ്ങനെയാണ് പതിവ്. അത് എടുത്തിട്ട് ഓരോ കഷ്ണമാക്കിയിട്ട് മുറിച്ചെടുത്തിട്ട് മോരിൽ ചേർത്ത് കുട്ടികൾക്ക് കൊടുത്താൽ ഗ്രഹണി വരില്ല. ഗ്രഹണി അന്ന് മഹാരോഗമാണ്, ഇന്ന് അത്ര വലിയ രോഗമല്ലത്. അതുകൊണ്ട് ആരും ഇപ്പോൾ ഈ ചികിത്സ അനുവർത്തിച്ച് വരുന്നില്ല. പിന്നെ ഈ ദ്രോണപുഷ്പി കൊണ്ടുള്ള ഒരു ഫലം, പണ്ട് കാലത്ത് ഈ സ്ത്രീകൾ, പെൺകുട്ടികൾ ഹിസ്റ്റീരിയ ബാധിച്ച് പെട്ടെന്ന് ബോധമില്ലാതെ വീഴുന്നതായ ഒരവസ്ഥ, വിളിച്ചാൽ മിണ്ടാത്ത കിടക്കുന്നതായ ഒരവസ്ഥയുണ്ട്. ആ രോഗത്തിൽ ഇത് നസ്യം ചെയ്യുക, മൂക്കിലൊഴിക്കുക, കണ്ണിലൊഴിക്കുക ഒക്കെ പതിവുണ്ട്. അവർ പെട്ടെന്ന് ഉണരും. ഇതിൻ്റെ പൂവ് പിഴിഞ്ഞ നീര് 1-2 തുള്ളി കണ്ണിലൊഴിച്ചാൽ മതി, മൂക്കിലൊഴിച്ചാൽ മതി, ഉടനെ ഉണരും. അങ്ങനെ അതിനും ഈ മരുന്ന് ഉപയോഗിച്ച് കണ്ടിട്ടുണ്ട്.